പിന്നെ ഫസ്റ്റ് കണ്ടില്ല പിന്നെ കാര്യമില്ലല്ലോ കണ്ടോ, യൂണിവേഴ്സ് അല്ലേ, അതൊക്കെ പറയണോ? അടിപൊളി അടിപൊളി, പ്രതീക്ഷിക്കാത്ത ക്യാമിയോ ഒക്കെ. എസ്പെഷ്യലി അതിപ്പോൾ നമ്മൾ പറയുന്നില്ല, സ്പോയിലർ ആവാൻ നിങ്ങൾ കണ്ടു തന്നെ എൻജോയ് ചെയ്യുക. കുറച്ച് വലിയെന്നല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ തന്നെ റെപ്പറ്റീഷൻസ് ഉള്ള പോലെ തോന്നിയായിരുന്നു. കോമഡി എന്ന് വെച്ചാൽ മാല കോമഡിയാണ്, ചിരിച്ച് കഴിഞ്ഞിട്ട് ഊപ്പാട് വന്ന്. ഹൊറർ കൊള്ളാം, നല്ല കൊള്ളാം. ഗസ്റ്റോടൊക്കെ ആണ് എക്സ്പെക്റ്റഡ്, നല്ല ഒരു ഹൊറർ കോമഡി മൂവി അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു നന്നായിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ട് നേരത്തെ മൂവീസൊക്കെ കണ്ടവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും, അപ്പോൾ അത് കാണുന്ന നല്ലതായിരിക്കും. ഗസ്ട്രോൾ എല്ലാം നന്നായിരുന്നു, നല്ല ക്യാമറസ് ആയിരുന്നു, പ്രതീക്ഷ ക്യാമറസ് കൊള്ളായിരുന്നു, ഹൊററും കൊള്ളായിരുന്നു. അത് അടിപൊളിയായിരുന്നു, സൂപ്പർ മൂവി, അടിപൊളി, പ്രതീക്ഷിക്കാത്ത ക്യാമിയോ ഒക്കെ. ക്യാമിയോസ് 2-3 ഉണ്ട്, അതൊക്കെ കൊള്ളായിരുന്നു. ലാസ്റ്റ് അത്യാവശ്യം നല്ല ബാറ്റിലുണ്ടായിരുന്നു. കൊള്ളായിരുന്നു, നല്ല സിനിമയായിരുന്നു. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഫസ്റ്റിനെക്കാട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് വർക്ക് ആയാലും ഇപ്പോൾ പല യൂണിവേഴ്സിൽ നിന്ന് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ബേഡി ആയാലും അങ്ങനത്തുള്ള കാര്യങ്ങളായാലും നല്ല രീതിക്ക് അവർ കൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് നല്ല ഒരു വർത്ത് വാച്ചായിരുന്നു. എസ്പെഷ്യലി അതിപ്പോൾ നമ്മൾ പറയുന്നില്ല, സ്പോയിലർ ആവാൻ നിങ്ങൾ കണ്ടു തന്നെ എൻജോയ് ചെയ്യുക. സൂപ്പറായിരുന്നു, ഹൊററൊക്കെ അടിപൊളിയായിരുന്നു, കോമഡി നല്ല വർക്കായിട്ടുണ്ട്, ഗസ്റ്റോടൊക്കെ അടിപൊളിയായിരുന്നു, നല്ല സൂപ്പറായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് കൊള്ളാം, നന്നായിട്ടുണ്ട്. ഹൊറേഴ്സൊക്കെ കൊള്ളാം, VFX ഒക്കെ നന്നായിട്ടുണ്ട്. കൊള്ളാം, കുഴപ്പമില്ല. കൊള്ളാം, നല്ല സിനിമ. ഫസ്റ്റ് കുഴപ്പമില്ല, തേർഡിനുള്ള കണ്ടന്റ് കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. ഗസ്റ്റോടെ പ്രതീക്ഷിച്ചില്ല, നല്ല സിനിമയായിരുന്നു. കൊള്ളാം, നല്ല അനിമേഷനെല്ലാം നല്ല മേക്കിങ്ങാണ്. അതായത് നമ്മൾ ഫസ്റ്റ് പാർട്ട് കണ്ടവർക്കെല്ലാം ആ എക്സ്പെക്റ്റേഷൻ എല്ലാം അതുപോലെ തന്നെ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. കൊള്ളാം, നല്ല സിനിമ. കിടിലം പടം ഉള്ളത് നോക്കിയാണ്. ഹൊറർ പേടിക്കാനും ഉണ്ട്, പിന്നെ കോമഡി എന്ന് വെച്ചാൽ മാല കോമഡിയാണ്, ചിരിച്ച് കഴിഞ്ഞിട്ട് ഊപ്പാട് വന്ന്. ട്വിസ്റ്റുകൾ കിടിലം, ആ ക്ലൈമാക്സ് കൊണ്ട് നിർത്തിയേക്കുന്നതും എൻഡിങ്ങും അതും എല്ലാം കൊള്ളാം, അടിപൊളിയൊക്കെ ചെയ്തിട്ടുണ്ട്. ക്യാമിയോസ് ഒക്കെ കിടിലം, അടിപൊളി ക്യാമിയോസ്. ഫസ്റ്റും കൊള്ളാം, സെക്കൻഡ് അതിനെക്കാട്ടിയും ഉഗ്ര മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. പടം സൂപ്പറായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹൊറർ പടം ആസ്വദിച്ച് തന്നെ കണ്ടത്. പക്ഷേ ഭയങ്കര ഇതായിരുന്നു, കാരണം ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റും. അന്ന് സ്കൂൾ പഠിക്കുന്ന സമയത്ത് എന്തായിരുന്നു, ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റി. ഇതിൻ്റെ ഗസ്റ്റ് റോൾ ശരിക്കും അടിച്ചു. അത് ശരിക്കും പടം ഏകദേശം എത്തുമ്പം മനസ്സിലാകും, അത് വ്യത്യസ്തമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൽ ലാസ്റ്റിൽ മറ്റേ ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്ന ഒരു എല്ലാം കൂടെ ഒരു മിക്സപ്പാണ്. കാരണം ചിലതിൻ്റെയൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ മിസ്സായതൊക്കെ സെക്കൻഡ് പാർട്ടിൽ അത് കൊണ്ടുവന്ന് അത് നമുക്ക് ആ ഒരു കഥയുടെ ഫ്ലോ എന്തായാലും യഥാർത്ഥം ഒരു ക്ലാരിറ്റി അവിടെ വരുത്തുന്നുണ്ട്. അത് സാറ്റിസ്ഫാക്ഷൻ നടത്തുന്നത് തന്നെയായിരുന്നു എനിക്ക്. Like second part is more comedy and more horror, like it is better than first part and it is amazing movie. നന്നായിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റ് പാർട്ടിനെക്കാളും മികച്ച നിൽക്കുന്നെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ആ യൂണിവേഴ്സിൽ ഇപ്പോൾ ബേഡിയെന്ന് വന്നതിനേക്കാളും അതിനേക്കാളും നന്നായിട്ടുണ്ട്. മേക്കിംഗ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും എല്ലാ രീതിയിലും നല്ലതായിട്ട് തന്നെ വന്നിട്ടുണ്ട്. തിയേറ്ററിൽ തന്നെ കാണണം, ആ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ആദ്യ അവസാനം വരെ. നല്ല മൂവിയാണ്, കുഴപ്പമില്ല, അടിപൊളിയാണ്. കുറച്ച് വലിയെന്നല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ തന്നെ റെപ്പറ്റീഷൻസ് ഉള്ള പോലെ തോന്നിയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, എൻജോയബിൾ ആണ്. സ്ത്രീ കൊള്ളാം, നല്ല പടം. നല്ല സിനിമയായിരുന്നു. ഒരു കിടിലം മൊറോക്കോ യൂണിവേഴ്സ്, ഹൊറർ യൂണിവേഴ്സിൻ്റെ സ്റ്റാർട്ടിങ് ആയിരുന്നു, കൊള്ളാം. പിന്നെ എല്ലാവരും ട്രെയിലറിൽ കണ്ട പോലെ തന്നെ ആ പരിപാടിയിൽ അതിനകത്തുണ്ടായിരുന്നു. എസ്പെഷ്യലി ആ ക്ലൈമാക്സ് മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു, കൊള്ളാം. പിന്നെ ഫസ്റ്റ് കണ്ടില്ല പിന്നെ കാര്യമില്ലല്ലോ കണ്ടോ, യൂണിവേഴ്സ് അല്ലേ, അപ്പം നമ്മൾ മൊത്തം കണ്ടാലേ കാര്യമുള്ളൂ. ബേഡിയെന്ന് പറഞ്ഞിരുമ്പോൾ കൊള്ളാം, കുഴപ്പമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിൻ്റെ മേക്കിംഗ്, അടിപൊളി സെറ്റ് മേക്കിംഗ് ആയിരുന്നു. പ്രത്യേകിച്ച് ആ സ്ത്രീയുടെ ഹൊററും നമ്മൾ കറക്റ്റ് ആ ഒരു ഹൊറർ മൂഡ് വരുന്നിടത്ത് ഉടനെ തന്നെയാണ് അടുത്ത കോമഡി വരുന്നത്. അപ്പം ആ ഒരു സ്ത്രീയുടെ ഹൊറർ ഭയങ്കരമായിട്ട് എഫക്റ്റീവായിരുന്നു, കിട്ടിലം എഫക്റ്റീവ് തന്നെയായിരുന്നു ആ സ്ത്രീ ഹൊറർ വന്നിരുന്നത്. അതുകൊണ്ട് ബെസ്റ്റായിരുന്നു. ശ്രദ്ധ കപൂർ വാസ് റിയലി നൈസ്, ഹോട്ടായിരുന്നു, ഭയങ്കര ക്യൂട്ടായിരുന്നു ശ്രദ്ധ കപൂർ സ്ക്രീനിൽ കാണാനായിട്ട്. അതൊക്കെ പറയണോ? കൊള്ളായിരുന്നു. ട്വിസ്റ്റും ക്യാമിയോ റോൾസൊക്കെ എല്ലാം അടിപൊളി ക്യാമിയോ റോൾസ് ആയിരുന്നു, നൈസായിരുന്നു. ഓവറോൾ ഒരു പക്ക ഒരു ഹൊറർ കോമഡി, പക്ക ഒരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് തന്നെ ആയിരുന്നു ഫിലിം. അത്ര തന്നെ ഉള്ളൂ. കൊള്ളാം, സെക്കൻഡ് പാർട്ടും കൊള്ളാം. അല്ല, സെക്കൻഡ് പാർട്ടിൽ കുറച്ച് നല്ല വ്യത്യസ്തത ഉണ്ട്, നല്ല പേടിക്കാനുള്ള നല്ല ഹൊറർ മൂവി, നല്ല അടിപൊളിയായിട്ടിരിക്കണം. അത് തീർച്ചയായിട്ടും കാണണം. ഇത് ഫസ്റ്റ് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിരിക്കും, സെക്കൻഡ് കുറച്ച് ഓവർ, പക്ഷേ എന്നിരുന്നാലും കൊള്ളാം, നല്ല കോമഡി ഇതെല്ലാം ഉണ്ട്.